പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവരെ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നിങ്ങൾക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ എന്നേക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവപരിപാലന വിശ്വസിക്കുന്നവരെ ഡെസ്പാകേണ്ട കാര്യമില്ല, ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ ആശങ്കപ്പെടുന്ന സ്വഭാവമാണ് എല്ലാവരുടേതും. ഇതിനെ അതിലംഘിക്കുന്നതിന് ആണ് ബൈബിളിലെ അഭിഷേകം എന്നൊരു പ്രത്യേക ഈ അനുഗ്രഹത്തിനേക്കാൾ മുകളിലുള്ള ഒരു സംഭവമാണ്, ഒരു ദൈവ ഇടപെടലാണ് അഭിഷേകം എന്ന് പറയുന്നത്. അഭിഷേകം പലപ്പോഴും വരണത് നെഗറ്റീവ് ഫീൽഡിലാണ് എപ്പോഴും അഭിഷേകം വേണ്ടി വരണത്. നെഗറ്റീവ്, ഇപ്പോൾ നമുക്ക് എല്ലാ ജീവിതത്തിൻ്റെ നെഗറ്റീവ് സൈഡില്ലേ, അതിനെ അഭിമുഖീകരിക്കുന്നതിനാണ് നമുക്ക് അഭിഷേകം വേണ്ടി വരണത്. ഇപ്പം ജോലി കിട്ടുമ്പോൾ അത് അനുഗ്രഹമാണ്. പക്ഷെ അനുഗ്രഹം കിട്ടുന്ന വരെ നമ്മൾ വിലയും കൂലിയും ഇല്ലാതെ പലയിടത്തും കൊച്ചാക്കപ്പെട്ടും ആരും അല്ലാതെ ആയി നമ്മളെ ഗണിച്ചും വീട്ടിലോട് പോലും നമുക്ക് വിലയില്ലാണ്ടാകുന്ന വരുമാനം ഇല്ലാത്ത അവസ്ഥ ഒക്കെ ഉണ്ടാകത്തില്ലേ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ഒരു അഭിഷേകം വേണ്ടത്. പണ്ടൊരു തകച്ചുദാരൻ എൻ്റെ അടുത്ത് വരുമായിരുന്നു. അപ്പോൾ അങ്ങേര് സസ്പെൻഡായി കാരണം ഇദ്ദേഹം ഈ നേരെ പോന്നൊക്കെ പറയുന്നത് അതുപോലെ ഒരു ടൈപ്പാണ്, ഫ്ലെക്സിബിൾ അല്ല ആള്. പുള്ളി ഇപ്പോൾ സമരമൊക്കെ ഉണ്ടെങ്കിൽ പുള്ളി പറയും യൂണിയൻകാരല്ല എനിക്ക് ശമ്പളം തന്നത്, സർക്കാരാണ് എനിക്ക് ശമ്പളം തന്നത്, അതുകൊണ്ട് ഞാൻ എൻ്റെ ജോലി ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജോലി ചെയ്യാൻ വരും. ഇത് കുറേക്കാരെ കൂടി കഴിഞ്ഞപ്പോൾ യൂണിയൻകാരുടെ കണ്ണിലും കയറി കരടായി. ഇങ്ങനെയുള്ളവരൊക്കെ നമുക്കറിയാമല്ലോ, അവർക്കൊക്കെ പ്രത്യേക മരുന്ന് യൂണിയൻകാരുടെ കയ്യിലുണ്ട്. പെട്ടെന്ന് ഒരു വിജിലൻസ് അന്വേഷണവും അദ്ദേഹത്തിൻ്റെ കണക്കും രജിസ്റ്ററും അദ്ദേഹത്തിൻ്റെ പ്രൊസീജിയറും എല്ലാം പിടിച്ചെടുത്ത് ഓൺ ദി സ്പോട്ടിൽ അതിൻ്റെ അകത്ത് മിസ്റ്റേക്ക് എല്ലാം കണ്ടെത്തി, മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാക്കിയെടുത്ത് ഫാബ്രിക്കേറ്റഡ് ആണ്, അതില്ല
കണ്ടെത്തി സ്പോട്ടിൽ സസ്പെൻഡായി. സസ്പെൻഡായി കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര ഞാനിങ്ങനെ നീതിയോടെയൊക്കെയാണല്ലോ ജീവിക്കണത്, സത്യത്തോടെയാണല്ലോ ജീവിക്കണത്, എന്നിട്ടും എനിക്ക് സസ്പെൻഷൻ വന്നല്ലോ. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് ചിന്തിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ദൈവത്തിനെ വിശ്വസിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ ചില ആൾക്കാർ ചിന്തിച്ച് പോകും. അങ്ങനെ ചിന്തിച്ച് പോകേണ്ട കാര്യം സംരക്ഷണം ഇല്ലാത്തത് കൊണ്ടാണ്. സംരക്ഷണം ഇല്ലാത്തവർ, ദൈവസംരക്ഷണം ഇല്ലാത്തവർ ഇത് ഇങ്ങനെ എങ്കിലും മനുഷ്യൻ സത്യവും നീതിയും ചെയ്തിട്ടും പിന്നെ മനുഷ്യന് പണി കിട്ടിയല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം അങ്ങനെ ആ രീതി പോകും. ഇയാൾക്ക് അങ്ങനെയുള്ള പോക്കുകളൊന്നുമില്ല. ഇയാൾക്ക് ജസ്റ്റ് ഞായറാഴ്ച കുർബാനയൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ ഞായറാഴ്ച കുർബാന ഉണ്ട്, കുടുംബ പ്രാർത്ഥനയൊക്കെ ഉള്ള ആളാണ്. ഒരു നോമിനലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ ഒന്നും ചെയ്യത്തില്ല പുള്ളി. ബൈബിളിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് എക്സ്ട്രാ കൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒക്കെ ഡേ ടു ഡേ ജീവിതത്തിലെ നമ്മൾക്ക് ഒരു നോർമലായിട്ട് ലൈഫ് പോകണമെന്ന് വിചാരിച്ചോ. നിങ്ങൾക്ക് ജോലിയുണ്ട്, കാശ് കിട്ടണമുണ്ട്, കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്, അവർക്ക് നല്ല മാർക്ക് കിട്ടുന്നുണ്ട്, നിങ്ങളുടെ മക്കളെ കെട്ടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, ഒക്കെ നിങ്ങൾ വലിയ കുഴപ്പമില്ലാതെ പോകണമെന്ന് വിചാരിച്ചോ. കുഴപ്പമില്ലാതെ പോരുമ്പോൾ നിങ്ങളോർക്കും ഞാൻ മതപരമായ കാര്യങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്, ഞായറാഴ്ച ദേവാലയത്തിൽ പോകുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ട്, ഓക്കെയാണ്. പക്ഷെ ഓക്കെ ആണെന്നതിൻ്റെ ഒരു പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിനെ ഈ കർത്താവ് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് അപ്രതീക്ഷിതമായ സമയത്ത് മനുഷ്യപുത്രൻ വരുമെന്ന്. അപ്രതീക്ഷിതമായ സമയം, ഈ അങ്ങനെയുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് ജീവിതത്തിൽ, അപ്രതീക്ഷിതമായ സമയം. അപ്പോൾ അതൊക്കെ മുമ്പ് എന്താ സംഭവിക്കണത്? സൂര്യൻ തണുത്തു പോകും, ചന്ദ്രപ്രകാശം തരത്തില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. മനുഷ്യപുത്രൻ വരണമല്ല പ്രശ്നം. ദൈവിക ഇടപെടലിന് മുമ്പ് സൂര്യൻ തണുത്തു പോകും. തണുത്തു പോകുന്ന വെച്ച് കഴിഞ്ഞാൽ വല്ലാത്ത തണുപ്പായിരിക്കും. സൂര്യനാണ് തണുക്കണമെന്ന് ഓർക്കണം. അപ്പോൾ നമുക്ക് ചൂട് പകർന്നു തന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, സ്നേഹത്തിൻ്റെ ചൂടൊക്കെ പകർന്നു തന്ന്, നിങ്ങൾക്കറിയാമല്ലോ എന്തൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരും നിലനിർത്തുന്നത് എന്താണ്? മനുഷ്യൻ്റെ സ്നേഹം തന്നെയല്ലേ നിലനിർത്തുന്നത്. സൂര്യൻ തണുത്തു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സ്നേഹിച്ച് ഭാര്യയെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ സൂര്യൻ തണുത്ത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ചൂട് തീർന്ന്. ചന്ദ്രൻ പ്രകാശം തരത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ മക്കൾ നിങ്ങളെ അംഗീകരിക്കണില്ല. ഈ സഹസ്രധാറിന് ഇപ്പം അങ്ങനെ ഒരു പ്രശ്നം വന്നിരിക്കണേ എന്ന് കഴിഞ്ഞാൽ വരുമാനമില്ലല്ലേ ഇപ്പോൾ. അപ്പം മകൾ പറഞ്ഞ് സുവോളജിയാണ് അവൾ പറഞ്ഞ് സ്റ്റഡി ടൂറിന് പോകണമെന്ന് അമ്മയോട് പറഞ്ഞു. എല്ലാം അമ്മയോട് പറഞ്ഞു. അപ്പം അമ്മ അത് തക്കം നോക്കി ഇരിക്കുകയായിരുന്നു. കാര്യം അപ്പനെന്ന് പറഞ്ഞാൽ കൈക്കൂലൊന്നും മേടിക്കാത്ത ആൾ, കിമ്പളമൊന്നുമില്ല. അപ്പം വൈഫ് അങ്ങനെ ആ ടൈപ്പല്ല. കാര്യം വെച്ചാൽ വൈഫിന് ഇയാളുടെ പുച്ഛത കാര്യം ഈ വൈഫിൻ്റെ അനിയത്തി ഒരു എക്സൈസുകാരനെ കല്യാണം കഴിച്ചിരിക്കണേ. അപ്പോൾ അവർക്ക് കിമ്പളം കുറെ കിട്ടണുണ്ട്. അതുകൊണ്ട് അവർക്ക് കാറുണ്ട്, മക്കളുടെ ഉല്ലാസയാത്ര ഉണ്ട്, പിന്നെ ശനിയാഴ്ച ഔട്ടിംഗ് ഉണ്ട്, പുറത്ത് ഭക്ഷണം കഴിക്കലുണ്ട്, കുറേ പരിപാടിയൊക്കെ ഉണ്ട്. ഇവിടെ ഇതൊന്നും ഇല്ല. അത് കാരണം ആണെന്ന് പറഞ്ഞത് വൈഫിൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡാണെന്നും പറഞ്ഞാണ് ഈ വൈഫ് ഇയാളെ കുറ്റപ്പെടുത്തുന്നത്. പണ്ട് കുറ്റപ്പെടുത്തുകയാണ്. ഇപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജോലിയില്ല. അപ്പോഴേ വൈഫിന് ഹസ്ബൻഡിനെ അടിക്കാൻ്റെ വടി കിട്ടിയിരിക്കണം. എന്താണ് കാര്യം? മകൾ വന്നിപ്പോൾ ചോദിക്കണം എന്താണ് സുവോളജി സ്റ്റഡി ടൂറിന് പോകണമെന്ന്. അപ്പോൾ എപ്പോഴും അമ്മ കാശ് കൊടുക്കും. ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ കാശിന് കാശ് വേണ്ടേ, ചിരിച്ച് കാണിച്ചാൽ മതിയാന്ന് ചോദിക്കണേന് അങ്ങനെ ഒരു പാഠം പഠിപ്പിക്കാൻ പുതിയ സിലബസിന് മകളെ ഒരു ടീച്ചിങ് എയ്ഡായിട്ട് എടുത്തിട്ട് ഈ സാറിൻ്റെ അടുത്ത് പറഞ്ഞ് അപ്പൻ്റെ അടുത്ത് പറഞ്ഞു വിടും. അപ്പനോട് ചോദിക്കുമെന്ന് പറയും. അപ്പോൾ അവൾ പറയും അപ്പ സ്റ്റഡി ടൂറാണ് 3000 രൂപ വേണമെന്ന് പറയും. അപ്പം പറയും എടി മകളെ ശമ്പളം പെൻഡിങ്ങാണ്, അച്ഛനെ കിട്ടുമ്പോൾ തരാം, നീ അമ്മയോട് ആരോടും മേടിക്കാൻ പറയും. ഉടനെ ഇവള് മുന്തേം കയറിക്കൊണ്ട് പോകും. അതാണ് ഞാൻ പറഞ്ഞത്, സൂര്യൻ തണുത്ത്. മത്തായിയുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായം 29-ാം വാക്യം. അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പൊടുന്നനെ സൂര്യൻ ഇരുണ്ടു പോകും. പൊടുന്നനെയാണ്. ഇതാണ് സംഭവം. പൊടുന്നനെ എന്നുള്ള വാക്ക് നിങ്ങൾ മനസ്സിൽ കരുതണം. ചില സമയത്ത് അപ്രതീക്ഷിതമായി. അപ്പം അതിൻ്റെ വാക്കിൻ്റെ മെയിൻ സംഭവം പൊടുന്നനെയാണ് കേട്ടോ. നിങ്ങൾ പറയും ഞങ്ങൾ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട്, കുടുംബ പ്രാർത്ഥന നടത്തുന്നുണ്ട്, ഞങ്ങൾ വിശ്വാസം ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ എൻ്റെ വലിയ ആന കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ നോർമൽ ലൈഫിന് കുഴപ്പമില്ല. ഈ
പൊടുന്നനെ എന്നും സാധനം വരും ആകസ്മികമായി. സൂര്യൻ ഇരുണ്ടു പോകും. പൊരുന്നനെ പുള്ളിക്ക് ഇപ്പം തഹസിൽദാറിൻ്റെ സൂര്യൻ ഇരുണ്ടില്ലേ, വൈഫ് സമരത്തിലായി, സ്നേഹത്തിൻ്റെ ചൂടൊന്നുമില്ല, തണുത്തു. ചന്ദ്രൻ പ്രകാശം തരികയില്ല. മക്കള് അവർക്ക് സുവോളജിക്ക് പൈസ കിട്ടാതെ വന്നപ്പോൾ ട്യൂഷൻ വന്നപ്പോൾ അവള് ഇത്രയും നാള് സഹായിച്ച അപ്പൻ ഇന്ന് അപ്പനല്ലാതായി. ഇതെല്ലാം ഇത്രയും നിങ്ങൾ ഓർക്കണം കേട്ടോ. ആൾക്കാരെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എപ്പോഴും ധാരണ ഉണ്ടാകണം. നിങ്ങൾ സങ്കടപ്പെടുകയൊന്നും വേണ്ട. ഞങ്ങൾ സങ്കടമില്ലാതൊക്കെ പോകണം. എന്തുകൊണ്ട് പല വിഷയങ്ങളുണ്ടായിട്ടും ഞാനാണെങ്കിൽ ഒരു മനുഷ്യരോട് പറയത്തിരുന്നു. എന്താ കാര്യം? പറയാൻ ആളുള്ളതുകൊണ്ടാണ്. അതാണ് വിഷയം. കേൾക്കാനും പറയാൻ ആളുണ്ട്. അമ്മയും ഈശോയും ഉള്ളതാണ്. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം. ദൈവത്തിനേക്കാൾ പ്രാധാന്യം ഒരു മനുഷ്യനെയും കൊടുക്കരുത്. കാര്യം അവസാനം കഴിയുമ്പോൾ വരെ കർത്താവ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇപ്പം എന്താ സംഭവിച്ചെന്നറിയാമോ? ഇപ്പം ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് വന്ന് സങ്കടപ്പെട്ടു. നമ്മൾ സങ്കടപ്പെടേണ്ട, കർത്താവ് പറഞ്ഞിട്ടില്ലേ വിശിഷ്യ നിങ്ങൾ എന്താണ് ചെയ്യണമെന്ന്. അത് ഭയങ്കര ബൈബിളിൽ ഏറ്റവും രസകരമായൊരു സംഭവമാണിത്. ഇതിന് താക്കോലാണ്. ഇത് വെച്ച് നമുക്ക് കൊട്ടാരം തുറക്കാൻ പറ്റും. ദൈവാനുഗ്രഹത്തിൻ്റെ കൊട്ടാരമില്ലേ, അത് തുറക്കാൻ പറ്റിയൊരു താക്കോലാണിത്. എന്താണ്? 5:46. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഇതാരാ ചോദിക്കണത് അറിയാവോ? കർത്താവാണ് ചോദിക്കണത്. അല്ല ഔസേപ്പിതാവൊന്നും അല്ല ചോദിക്കണത്, കർത്താവാണ് ചോദിക്കുന്നത്. ഇനി ചോദിക്കാൻ ആരുമില്ല. സുപ്രീം കോടതി ഫുൾ ബെഞ്ചിലാണ് സംഭവം വന്നിരിക്കുന്നത്. വിശേഷവിധിയായി എന്താണ് ചെയ്യണം? എൻ്റെ മക്കളെ, നമ്മൾ നോർമൽ ക്രിസ്ത്യൻസ് ആയിട്ടൊരു കഥയുമില്ല. നോർമൽ ലൈഫിന് ഓക്കെ. പക്ഷേ ഈ പൊടുന്നനെ നമ്മൾ സാധനം വരും. പൊടുന്നനെ എന്ന് പറയുമ്പോൾ അതിപ്പോൾ ഈ തഹസിൽദാറിന് സസ്പെൻഷൻ കിട്ടിയ പോലെയാണ്. പൊടുന്നനെ വന്നാണ്. പൊടുന്നനെ വരുമ്പോൾ അതിൻ്റെ കൂടെ കുറേ സാധനങ്ങൾ വരും. സൂര്യൻ തണുത്തു പോകും, ചന്ദ്രൻ പ്രകാശം തരത്തില്ല, നക്ഷത്രങ്ങൾ നിബന്ധിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? നമ്മുടെ പ്രത്യാശ വരെ പോകും. നക്ഷത്രങ്ങൾ നിബന്ധിക്കും. നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് നിബന്ധിക്കും. നമ്മുടെ പ്രത്യാശ, നമുക്ക് ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ പോണത്, ആസാനം ടപ്പ് എന്ന് പറഞ്ഞ് താഴെ വീഴും. നക്ഷത്രങ്ങൾ നിബന്ധിക്കും. ആകാശ ശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോഴാണ് ഈ മനുഷ്യപുത്രൻ വരണത്. അത് എനിക്കറിയാം, സാറിന് അറിയത്തില്ലല്ല. നമ്മൾ സാറ് വിശേഷവിധിയായി സാറ് മുമ്പത്തേക്ക് സാറിപ്പോൾ നോർമൽ ക്രിസ്ത്യൻ ആയിട്ടാണ് പോയത്. സാറിന് അപ്ഗ്രേഡ് ചെയ്യാൻ ഈശോ ഉദ്ദേശിക്കുന്നു. ഇതിന് പണ്ട് പോലെയുള്ള പരിപാടിയാണ് അപ്ഗ്രേഡേഷൻ. അതുകൊണ്ടാണ് എപ്പോഴും അപ്ഗ്രേഡേഷൻ മുമ്പ് ഒരു ടെസ്റ്റ് ഉണ്ടാവും. എപ്പോഴും ദൈവത്തിൻ്റെ രീതി അതാണ്. അപ്ഗ്രേഡ് ചെയ്യണ മുമ്പ് ഇപ്പം നമുക്കുണ്ടല്ലോ പരീക്ഷകളൊക്കെ. 6ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് 7ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഒരു പരീക്ഷയില്ലേ? അപ്ഗ്രേഡേഷൻ്റെ ഭാഗമാണ് പരീക്ഷ. അതുകൊണ്ട് മരുഭൂമിയിലെ പരീക്ഷ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് അവൻ ആത്മാവ് ശക്തിപ്പെട്ടെന്നല്ലേ പറയണത്. അപ്പം ശക്തിപ്പെടുത്താനാണ് ശരിക്കും പറഞ്ഞാൽ ഈ പരീക്ഷകൾ വെച്ചിരിക്കുന്നത്. അപ്പം തഹസിൽദാറിന് ഇപ്പം മരുഭൂമിയുടെ കർത്താവിൻ്റെ മരുഭൂമി പരീക്ഷ ചെയ്യുമ്പോൾ എന്താ പറയണത്? അവൻ ആത്മാവ് ശക്തിയോടെ. ലുക്ക 4:14 യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടെ പരീക്ഷ കഴിഞ്ഞപ്പോൾ മരുഭൂമിയുടെ പരീക്ഷ കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ സംഭവിക്കണത്? ആത്മാവിന്റെ ശക്തിയോടെ. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഈ നോർമൽ വേ ഓഫ് ലൈഫിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യണ മുമ്പ് ഇതുപോലെ ടെസ്റ്റ് വരും. ഇപ്പൊ തഹസിൽദാറിനോട് ടെസ്റ്റായിട്ട് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. ഞാൻ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ പറഞ്ഞു, വിശിഷ്യ കുറെ എക്സ്ട്രാ ഹോം വർക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇത് കുറേ നാൾ മുമ്പുള്ള കഥയായത് കാരണം, സംഭവമായത് കാരണം പുള്ളിക്കാരൻ അന്ന് ചെയ്തതെന്ന് വെച്ചാൽ കുറേ ആൾക്കാരെ കളക്ട് ചെയ്ത് പിന്നെ എല്ലാ ശനിയാഴ്ച പുള്ളിക്കാരൻ പിന്നെ ഒരു ധ്യാനകേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ ആൾക്കാരെ കളക്ട് ചെയ്ത് സസ്പെൻഷൻ കാലത്ത് പുള്ളി ചെയ്തിട്ടുണ്ടെന്ന് പരിപാടിച്ച് ആൾക്കാരെ കളക്ട് ചെയ്ത് ധ്യാനത്തിന് കൊണ്ടുവരും. അതായത് പരിപാടി. ആ കാലങ്ങളിലെല്ലാം വൈഫും മക്കളും എല്ലാം പുള്ളിയെ സൂര്യൻ തണുത്തു പോവുകയും ചന്ദ്രൻ പ്രകാശം തരികാതിരിക്കുകയും നക്ഷത്രങ്ങൾ നിബന്ധിച്ചു പോകുന്ന കാലത്ത് കർത്താവ് നമ്മളെ കൈവിടത്തിലല്ല. എന്താ കാര്യം? കർത്താവിന് അങ്ങനെ ഒരു വാഗ്ദാനമുണ്ട്. അതിലെ ഈ ഉടമ്പടിയിൽ എല്ലാവരും കയറി വരുന്നതിൻ്റെ കാര്യം എന്താണ്? എന്താ കാര്യം? കർത്താവിൻ്റെ വാഗ്ദാനം എന്താണ്? ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. അത് കേൾക്കുമ്പോൾ എന്ത് ത്രില്ല. ഹെബ്രായ 13:5 ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വൈഫും മകളും ഒക്കെ ഇപ്പൊ അവഗണിച്ചില്ലേ?
പക്ഷെ കർത്താവ് നിന്നെ ഒരിക്കലും അവഗണിക്കത്തില്ല. ഇനിയിപ്പോൾ വൈഫുമാരെ മക്കളും കൂടി എൻ്റെ അടുത്തേക്ക് വരരുത്, മറിച്ച് ഭർത്താക്കന്മാരെ അവഗണിക്കേണ്ട കേസ് എന്തുമാത്രമാണ് ഉള്ളത്. ആരവഗണിച്ചാലും നിന്നെ അവഗണിക്കാത്ത കർത്താവിലേക്ക് കൂടുതൽ ആത്മബന്ധം പുലർത്താൻ വേണ്ടിയായിരിക്കും ഇതുപോലെയുള്ള താമസിദാർ ടൈം കഴിഞ്ഞപ്പോൾ ആ കേസ് കർത്താവ് തന്നെ ഏറ്റെടുത്ത്. അത് മുഴുവൻ തള്ളിപ്പോയി തന്നെയല്ല, മുൻകാല പ്രാബല്യത്തോടെ അദ്ദേഹത്തിൻ്റെ ശമ്പളവും കിട്ടി, എല്ലാം കിട്ടി. പക്ഷേ എന്ത് കിട്ടി? അതിൻ്റെ കൂടെ കർത്താവിനെ കൂടെ കിട്ടി. അത്രേ ഉള്ളൂ. ഒരു കുരിശ് കിട്ടുമ്പോൾ അതിനോട് കർത്താവിനോട് കിട്ടും. അതെപ്പോഴും ഓർത്തേക്കില്ല, ഒരു കുരിശിനെ കിട്ടിയാൽ നീ വിശ്വാസിയാണെങ്കിൽ അതിൻ്റെ കൂടെ കർത്താവിനെ കൂടെ കിട്ടും. അല്ല, നിങ്ങളെ കർത്താവിൻ്റെ കൂടെ കുരിശ് കിട്ടിയെന്ന് പറയരുത്, കുരിശിൻ്റെ കൂടെ കർത്താവിനെ കിട്ടിയെന്ന് പറയണം. താങ്ക് യു. വരുന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. എൻ്റെ പേര് ദീപ, എൻ്റെ വീട് പട്ടത്തു നിന്നാണ്. ഞാനിവിടെ കൃപാസന മാതാവിന്, ഇതെൻ്റെ മകൻ അഭയ്. ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ഈ ആൾത്താരിൽ വന്നു നിന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അനുവദിച്ചതിന് എൻ്റെ അമ്മയ്ക്ക് തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി അറിഞ്ഞിട്ട് വർഷങ്ങളായി. എനിക്കൊരു വെട്ടുകാട് പള്ളിയിൽ പോയപ്പോൾ അവിടെ നിന്ന് ഒരാൾ പത്രം തന്നു. പക്ഷേ അന്ന് എനിക്ക് ഇതെവിടെയാണെന്ന്, എന്താണ്, നമുക്കിവിടെ വരാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടിയിരുന്നു. ഞാൻ ഈ പത്രം സൂക്ഷിച്ച് അലമാരയ്ക്കകത്ത് വെച്ചിരുന്നു. 2024 ഡിസംബർ 28 എനിക്ക് എൻ്റെ മോനെ കൊണ്ട് അവന് കുറച്ച് അസ്വസ്ഥതകളുണ്ടായപ്പം എനിക്ക് ഇവിടെ വരണമെന്ന് തോന്നി. ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിൽ സാക്ഷ്യം കണ്ടാണ് ട്രിവാൻഡ്രം വെട്ടുകാട്ട് പള്ളിയിൽ വെച്ച് എനിക്കൊരാൾ പത്രം തരികയും അവിടെ വെച്ചാണ് ഞാൻ അറിഞ്ഞതും. പക്ഷേ അന്ന് എനിക്ക് അമ്മയെക്കുറിച്ചുള്ള മഹത്വമൊന്നും എനിക്ക് അറിഞ്ഞുകൂടിയിരുന്നു. 2024 ഡിസംബർ 24 ഞാൻ ഇവിടെ വരികയും അന്ന് തന്നെ ഞാൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഞാൻ 6 നിയോഗം വെച്ചതിൽ ആദ്യത്തെ നിയോഗം എൻ്റെ മോന് ഒരു പഠിക്കാൻ പോകാനും അവനൊരു ജോലിയുടേതായിരുന്നു. അപ്പോൾ ഉടമ്പടി പുതുക്കി, രണ്ടാമത് ഉടമ്പടി പുതുക്കി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മോന് ISRL അപ്രൻറ്റീസിന് പേപ്പർ വരികയും അവിടെ നിന്ന് വിളിക്കുകയും അങ്ങനെ 1 വർഷം അവൻ പോവുകയും ചെയ്തു. പിന്നീട് അവനെ അവിടെ നിന്ന് തന്നെ സ്ഥിരം ടെസ്റ്റ് എഴുതി കയറണമെന്ന് പറഞ്ഞ് PSC കോച്ചിങ്ങിന് പോവുകയും ഇപ്പോൾ ഒരു 45 ദിവസത്തെ വിശാഖപട്ടണത്തിൽ കോഴ്സ് വരികയും സമയചുരുക്കത്തിൻ്റെ അമ്മ എനിക്ക് 45 ദിവസം കൊണ്ട് ഒരു കോഴ്സ് പഠിക്കാനും എൻ്റെ മോൻ അവിടെ പോയി പഠിച്ച് പൂർത്തിയാക്കുകയും സർട്ടിഫിക്കറ്റോടെ തിരിച്ചു വരികയും കമ്പനി തന്നെ പ്ലേസ്മെൻറ്റ് കൊടുത്ത് അവനെ ഖത്തറിൽ കൊണ്ടുപോവുകയും ഈ മാസം 27 എൻ്റെ മോൻ ഖത്തറിലോട്ട് പോവുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ മെഡിക്കലിൻ്റെ സമയത്ത് അമ്മയുടെ വെഞ്ചരിച്ച ഉപ്പും കാശുരൂപവും തൈലവും കൊടുത്ത് ഞാൻ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മോന് മെഡിക്കൽ ഓക്കെ ആയി. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാതെ തന്നെ എനിക്ക് അമ്മ തന്നിട്ടുണ്ട്, ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എല്ലാവർക്കും പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പത്രം ആശുപത്രിയിൽ കൊണ്ട് രോഗികൾക്ക് കൊടുത്ത് കാര്യം അമ്മയും തിരുക്കുമാരനെയും കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ഞാൻ പറയും വിശക്കുമ്പോൾ ആഹാരം കഴിച്ചാൽ വയറ് വീക്കും, അതുപോലെ അമ്മയെ വിളിച്ചാൽ ഒന്നും തന്നില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കരുത്, വിളിച്ചുകൊണ്ടേ ഇരിക്കണം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്നായാലും ഉത്തരം തരും. ഞാൻ ഒരുപാട് കഷ്ടതയിൽ കൂടെ കടന്നു വന്നതാണ്, ഒരുപാട് സഫർ ചെയ്താണ്. എൻ്റെ 2 മക്കൾ ഇരട്ടയാണ്, ഇത് ഇളയ മകനാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ തന്നിട്ടുണ്ട്. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഡിസംബർ 7 ആ 7 പ്രത്യേകത വെച്ച് ഈ മാസം 27 ജൂൺ 27 എൻ്റെ മോന് പോകാനായിട്ട് പറ്റി. അത് എൻ്റെ അമ്മ തന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് എനിക്ക്. എൻ്റെ അമ്മയെക്കുറിച്ച് എനിക്ക് കൂടുതൽ വിശ്വാസം വന്നു. അന്ന് ഞാൻ എൻ്റെ മോന് ഒന്നും ആയില്ലല്ലോ, അമ്മ എന്ത് ചെയ്യുമെന്ന് ഞാൻ ഇങ്ങനെ അടുക്കളയിൽ നിന്നുകൊണ്ട് ഞാൻ അകത്തോട്ട് ഇങ്ങനെ ഫോൺ എടുക്കാൻ വന്നപ്പം പെട്ടെന്ന് ഇങ്ങനെ വിചാരിച്ചത് മുല്ലപ്പൂവിൻ്റെ ഒരു സുഗന്ധം പെട്ടെന്ന് ഞാൻ വെച്ചാൽ ഇവിടെ ആരും പൂ കൊണ്ട് വെച്ചില്ലല്ലോ. അങ്ങനെ 2-3 പ്രാവശ്യം എനിക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അനുഭവപ്പെടുകയും എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാതെ കിടക്കേണ്ട ആ മുറിക്കകത്ത് സിസ്റ്റർ സിൽവർ ഗ്രേയിലും ഇങ്ങനെ വസ്ത്രം അണിഞ്ഞ് എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണതിനും കണ്ട് എൻ്റെ ഹസ്ബൻഡ് എന്നും വീഴെ എടുക്കുകയും ചെയ്യും. ഇതുവരെ എൻ്റെ ഭർത്താവിന് പൊട്ടലോ ഒരു ഒടിവോ ഒന്നും വന്നിട്ടില്ല. എൻ്റെ അമ്മ അതിനെ കാത്തു രക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ മക്കൾക്ക് 2 പേർക്കും നല്ല ഒരു ഭാവി കൊടുക്കണം. എൻ്റെ അമ്മേനെ എനിക്ക് ആരുമില്ല, എൻ്റെ അമ്മയപ്പനെ എൻ്റെ 2 മക്കളെ ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ കുടുംബം മുഴുവനും എനിക്ക് ഇനിയും കൂടുതൽ അമ്മയെക്കുറിച്ച് അറിയാനും മരണം വരെ എനിക്ക് അമ്മയുടെ സാക്ഷിയായിട്ട് ജീവിക്കാനും അതുപോലെ തന്നെ എൻ്റെ മക്കൾ മരണം വരെ ആ അമ്മയുടെ സ്നേഹത്തിനും തിരുക്കുമാരൻ്റെ സ്നേഹത്തിലും അവർ വളരാനും വിശ്വാസത്തോടെ വളരാനും അവർ നല്ല സ്വഭാവത്തോടെ വളരാനും വിശുദ്ധിയോടെ വളരാനും അവരുടെ ജീവിതത്തിൽ ഇനി ഒരുപാട് ഉയർച്ചകളുണ്ട്, ഇനി ഒരുപാട് കടമ്പകൾ കിടക്കുന്നുണ്ട്. ആ കടമ്പകളെല്ലാം എൻ്റെ അമ്മയും അപ്പനും എൻ്റെ മക്കളെ താങ്ങണം. അതുപോലെ തന്നെ ഞാൻ 20 വർഷമായിട്ട് ഞാൻ അപ്പനെ വിശ്വസിച്ച് ജീവിക്കുന്നൊരു മോളാണ്. എൻ്റെ മക്കൾക്ക് 2 പേർക്കും എനിക്കറിയാം. സ്വപ്നത്തിൽ ഞാൻ ജോസഫ് അച്ഛനെ കാണുകയും അച്ഛൻ്റെ അടുത്ത് എൻ്റെ മോൻ്റെ കാര്യം പറയുകയും ഒരു അച്ഛൻ വന്നിട്ട് ഒരു മോനായിട്ട് വന്നിട്ട് അച്ഛൻ്റെ മോനെ വിദേശത്ത് പോകണം അനുഗ്രഹിക്കണമെന്ന് പറയുകയും അങ്ങനെ ഞാൻ കാണുകയുണ്ടായി. എൻ്റെ മോൻ്റെ അടുത്ത് കാര്യം പറയുമ്പോൾ അച്ഛൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിന്ന് മറുപടി ഒന്നും പറഞ്ഞില്ല. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നിട്ട് വീണ്ടും ഞാൻ അച്ഛനെ ഒരുപാട് പ്രാവശ്യം ഞാൻ കണ്ടു. അതെനിക്ക് അമ്മ തന്ന ഒരു അടയാളമാണ്. പിന്നെ ഞാൻ അമ്മേനെ 1-2 പ്രാവശ്യം അമ്മയുടെ ഈ രൂപമല്ലാത്ത രൂപത്തിൽ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. എല്ലാം തന്ന ദൈവത്തിന് നന്ദി. ഇനി എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്ര ഹോസ്പിറ്റലിൽ രോഗികൾക്ക് കൊണ്ട് ഞാൻ തൈലം കൊണ്ടുപോയി അവർക്ക് തേച്ച് അവർ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഇപ്പം ഞാൻ 2 പ്രാവശ്യമായിട്ട് പാലിയേറ്റീവിൽ പോയിട്ട് എൻ്റെ
പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ വയ്ക്കുന്ന ആഹാരം ഒരു പൊതി അല്ലെങ്കിൽ 2 പൊതി ചോറ് ഭിക്ഷക്കാരിരിക്കുന്ന സ്ഥലത്ത് നോക്കി ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട്. ഇപ്പം ഞങ്ങൾ 6 മാസമായി ഒരു കൂട്ടായ്മയിൽ പോയി അവർ 4 സ്ഥലത്ത് ഫുഡ് കൊടുക്കുന്നുണ്ട്. അവരെ കൂടെ ചേർന്ന് ഞാനും അതിൽ പങ്കെടുക്കാറുണ്ട്. ഇന്നലെ ആയിരുന്നു ആ ഫുഡ് കൊടുത്തത്, അവരെ കൂടെ പോയി പങ്കെടുക്കുക. അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്കുണ്ടായി. പിന്നെ ഞാൻ പല പ്രാവശ്യവും സാക്ഷ്യങ്ങൾ ഒരുപാട് സാക്ഷ്യം കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഓഫർ ലെറ്റർ വന്നെന്നും ഇങ്ങനെ പോകുന്നെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹം, എൻ്റെ മക്കൾക്ക് ഇതേപോലെ പോകാൻ പറ്റുമോ അമ്മേ, എനിക്ക് എപ്പോഴും പാസ്പോർട്ട് എടുക്കണോ എന്നൊരു വിചാരം മനസ്സിലുണ്ട്. പക്ഷേ പെട്ടെന്ന് ഈ 45 ദിവസത്തെ കോഴ്സ് വിശാഖപട്ടണത്ത് വരികയും അവർ പറഞ്ഞ് പാസ്പോർട്ട് ഉണ്ടോ പെട്ടെന്ന് എടുക്കണമെന്ന് പറയുകയും പിറ്റേന്ന് പോയി എടുക്കുകയും അങ്ങനെ പാസ്പോർട്ട് ശരിയായി. എല്ലാം എൻ്റെ അമ്മ എനിക്ക് ഇപ്പോഴും എനിക്കത് ഓർമ്മിക്കാൻ വയ്യ. എൻ്റെ മക്കൾ വിദേശത്ത് പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്കത് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പോണത് വരെ എൻ്റെ അമ്മ എൻ്റെ മക്കളെ കൂടെ പോകണം. എനിക്ക് എറണാകുളത്ത് വെച്ച ഫ്ലൈറ്റിൽ കൂടെ പോകാൻ എനിക്ക് പറ്റൂല. എൻ്റെ അമ്മയും അപ്പനെയും ഏൽപ്പിച്ച് ഇവിടെയാണ്. അതുപോലെ തന്നെ 2 വർഷം അവരവിടെ നിന്നാൽ മാത്രമേ ഉള്ളൂ. അവിടെ നിൽക്കുകയും എല്ലാത്തിനും നന്ദി പറയുന്നു. എൻ്റെ പേര് അഭയ്. ഞാൻ ആദ്യമായിട്ട് 2024 ജൂൺ 9-ാം തീയതിയാണ് ഇവിടെ വരുന്നത്. എനിക്ക് ആദ്യം തന്നെ ഒരു ഈശ്വര വിശ്വാസിയല്ലായിരുന്നു ഞാൻ. പിന്നെ എൻ്റെ അമ്മ ഇവിടെ കൊണ്ടുവരിക, അതിനുശേഷമുള്ള മാറ്റങ്ങളാണ് എനിക്ക് കണ്ടുവന്നതും ഇവിടെ വന്നതിന് ശേഷമുള്ള പ്രാർത്ഥനയും. അതിനുശേഷം എനിക്ക് ISRൽ ജോലി ആവശ്യത്തിനായി കിട്ടി. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നാൾ ജോലിയില്ലാതെ ഒരവസരം കിട്ടായിരുന്നപ്പോഴാണ് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും അതിന് മുന്നാടി എനിക്ക് ആന്ധ്രയിൽ പഠിക്കുന്ന കോഴ്സിനായി ഒരവസരം കിട്ടുകയും അവിടെ നിന്നൊരു പഠിച്ചിറങ്ങി അവിടെ നിന്ന് തന്നെ ഒരു മെഡിക്കലും പാസ് എനിക്ക് ഈ മാസം 27-ാം തീയതി ഖത്തറിലോട്ട് പോകാനുള്ള ഒരു അവസരം കിട്ടിയായിരുന്നു. എല്ലാത്തിനും ഇവിടുത്തെ ഒരു അമ്മയുടെ ഒരു പ്രസൻസ് ആയിരുന്നു എനിക്ക്. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. സങ്കീർത്തനം 91:15 വചനമാണ്. വിളിക്കുന്നവരോട് ഉത്തരം പറയുന്ന ഒരു ദൈവത്തിൻ്റെ അനുഭവമാണ് പരിശുദ്ധമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വരുമ്പോൾ നമുക്കും അനുഭവപ്പെടുന്നത്. വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം വരുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രതിസന്ധികൾ എന്തു തന്നെയായാലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. മെഡിക്കലിന് പോയപ്പോൾ തടസ്സങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവിടെയെല്ലാം നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും കാശുരൂപവും വെഞ്ചരിച്ച ഉപ്പുമൊക്കെ ആയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു പോകുമ്പോഴെല്ലാം ആ അമ്മ കൈവിടാതെ കൈപിടിച്ചുകൊണ്ട് നമ്മെ നയിക്കുന്ന ഒരു സാന്നിധ്യമാണ്. അമ്മ സാന്നിധ്യമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറഞ്ഞ ആ അമ്മയുടെ വചനം ശ്രവിച്ച് നമ്മൾ ഈശോയോട് ചേർന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും സഹിക്കുവാനുള്ള ശക്തിയും ദൈവ സാന്നിധ്യവും ആ ദൈവ സാന്നിധ്യത്തിൻ്റെ ഉറപ്പും അമ്മ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ആ അമ്മയുടെ വാത്സല്യവും കരുതലും സംരക്ഷണവുമൊക്കെ നമുക്കും അനുഭവിക്കാൻ സാധിക്കും. കഷ്ടതയിൽ കൂടെ നിൽക്കുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. എന്താവശ്യമായാലും നമ്മുടെ കൂടെയുണ്ട്. കാനായിലെ വിവാഹ വിരുന്നിൽ കുടുംബത്തിൻ്റെ കൂട്ടുനിന്ന ആ അമ്മ ഇന്ന് നമ്മുടെ കൂടെ, നമ്മുടെ കുടുംബ പ്രശ്നങ്ങളിലും നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും കൂടെ നിൽക്കുന്ന അമ്മയാണ് കൃപാസനം അമ്മ. ദൈവത്തെ വിളിക്കുന്നവരെ ദൈവം കേൾക്കും. കൃപാസനം മരിയൻ ഉടമ്പടി വഴി ആ വിശ്വാസത്തെ നാം ശക്തമാക്കുകയാണ്. ഒരു ആത്മീയ യാത്രയാണ് ഉടമ്പടി ജീവിതം. ഉടമ്പടിയിലൂടെ ദൈവത്തിൻ്റെ സഹായവും രക്ഷയും സംരക്ഷണവും നമ്മൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ദീപയ്ക്കും കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് പ്രത്യേകിച്ചും സുഗന്ധാഭിഷേകവും അമ്മയുടെ സാന്നിധ്യവും സ്വപ്നത്തിൽ കൂടെ അമ്മയുടെ പ്രസൻസും മകൻ കിട്ടിയ ഈ ജോലിക്കുമെല്ലാം നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. പേര് എലിസബത്ത് ജീന. ഞാൻ കൊച്ചിയിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ മകൾ, ഇത് അപ്പച്ചൻ, ഇത് അമ്മച്ചി. ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 10/10/2024 പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇവിടെ നിർത്തിയതിന് 1000 നന്ദി പറയുന്നു. എനിക്ക് ആദ്യമായിട്ട് ലഭിച്ചതൊരു രോഗസൗഖ്യമാണ്. എനിക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. 2 വർഷമായിട്ടുള്ളതായിരുന്നു. 2022 സ്റ്റാർട്ടായതായിരുന്നു. അത് വരുമ്പോൾ നല്ല വേദനയായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡെയിലി പെയിൻ കില്ലർ കഴിക്കണമെന്ന് പറഞ്ഞു. അത് ശരിക്കും ഡെയിലി പെയിൻ കില്ലർ കഴിക്കുന്നത് നമ്മുടെ ബോഡിക്ക് കൊള്ളില്ലാത്തതിനാൽ ഞാൻ അത് കഴിക്കുന്നത് സ്റ്റോപ്പ് ചെയ്തു. 1 വീക്ക് കഴിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ നിയോഗം വെച്ചു. അത് കഴിഞ്ഞ് സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ്
കയ്യിലും കഴുത്തിലും ഇത് ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി രണ്ടാമത്തെ ദിവസം തന്നെ എനിക്ക് വേദന മാറുകയും പിന്നീട് എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പിന്നെ എനിക്ക് കിഡ്നി സ്റ്റോണിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. എല്ലാ 2 വീക്ക് കൂടുമ്പോഴത്തേക്കും പെയിൻ വരുമായിരുന്നു. പെയിൻ വരുമ്പോഴത്തേക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോവും, ഇഞ്ചക്ഷൻ എടുക്കും, തിരിച്ചു വരും, അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ ഓർത്തത് ഞാൻ ഉടമ്പടിയിലാണല്ലോ, എന്തുകൊണ്ട് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചില്ല എന്ന്. അത് കഴിഞ്ഞ് പിന്നെ പെയിൻ വരാൻ നേരത്ത് ഞാൻ ഉടമ്പടി തൈലം വയറ്റത്ത് തേക്കുകയും കാശരൂപം വയറിൽ വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലുകയും കൊന്ത ചൊല്ലുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി ഞാൻ ഉറങ്ങിപ്പോകുമായിരുന്നു. വേദന പിന്നീട് അറിയത്തില്ലായിരുന്നു. എന്നാലും എല്ലാ 2 വീക്ക് കൂടുമ്പോഴും വേദന വരുമായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചു. USC ചെയ്തപ്പോൾ കിഡ്നി സ്റ്റോൺ ഉണ്ടെന്ന് പറഞ്ഞു. അവർ CT റിക്വസ്റ്റ് ചെയ്തു. CT ചെയ്തപ്പോഴത്തേക്ക് കിഡ്നി സ്റ്റോണും ഉണ്ട്, 2 കിഡ്നിക്കും വീക്കവും ഉണ്ട്, സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നീട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഹോസ്പിറ്റലിൽ ചെന്നു. സർജറിക്ക് വേണ്ട എല്ലാ ടെസ്റ്റുകളും ചെയ്തു. ഫ്രീ ആയിട്ടുള്ള എല്ലാ ടെസ്റ്റുകളും, എക്സ്റേ, ECG, ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തു. സർജറിക്ക് പോസ്റ്റ് ചെയ്തു. രാവിലെ ഞാൻ സർജറിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് മാറി റൂമിലിരിക്കുമായിരുന്നു. അപ്പോൾ അന്ന് മോർണിംഗ് ഞാൻ സ്വപ്നം കണ്ടായിരുന്നു മാതാവ് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചായിരുന്നു മാതാവ് എന്തെങ്കിലും ഇവിടെ നടക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു സർജറിക്ക് മുന്നേ ഒരു CT കൂടി നമുക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ CT റിപ്പീറ്റ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് അവിടെ ആ സ്റ്റോൺ ഇല്ല. അങ്ങനെ സർജറി ക്യാൻസലായി. ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്ത് എന്നെ വീട്ടിൽ വിട്ടു. ഇത് നടക്കുന്നത് 2025 മാർച്ചിലായിരുന്നു. പിന്നീട് എനിക്ക് ഇതുവരെ ആ വേദനയോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയായിരുന്നു. ആദ്യം എനിക്ക് ഓൾറെഡി 2 മൊഡ്യൂൾ കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് ആണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എനിക്ക് പിന്നീടുള്ള 2 മൊഡ്യൂൾ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഞാൻ 5-6 പ്രാവശ്യം എക്സാം എഴുതി, റൈറ്റിങ്ങും സ്പീക്കിങ്ങും. എത്ര എഴുതിയിട്ടും ഞാൻ പാസ്സാകുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ ഓർത്തത് എൻ്റെ ഉടമ്പടിയിൽ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഡെയിലി പള്ളി പോയില്ലായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ പത്രം പള്ളിയിൽ മാത്രമായിരുന്നു കൊടുത്തിരുന്നത്, വേറെങ്ങും കൊടുക്കത്തില്ലായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം ക്ലിയർ ചെയ്തു. പിന്നീട് എക്സാം എഴുതിയപ്പോഴത്തേക്ക് ഞാൻ 2 മൊഡ്യൂളും പാസ്സായി. അത് കഴിഞ്ഞ് പിന്നെ നല്ലൊരു ഏജൻസിയെ കണ്ടെത്തുക എന്നതായിരുന്നു എൻ്റെ ഒരു കടമ്പ. അത് 2-3 ഏജൻസികൾ നമ്മളിങ്ങനെ കോൺടാക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് 2025 ഓഗസ്റ്റ് മാസത്തിലെ അച്ഛൻ്റെ ഒരു ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറയുകയുണ്ടായിരുന്നു K എന്ന് പറഞ്ഞ ഒരു അക്ഷരത്തെ പറ്റി. അത് ചിലപ്പം ഒരു പേരാകാം, ഏജൻസിയാകാം, വീട്ടുപേരാകാം, എന്താണെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്ന് അച്ഛൻ പറഞ്ഞു. അത് പ്രകാരം എന്നെ കോൺടാക്റ്റ് ചെയ്ത് അതിൽ നിന്ന് ആ ഒരു ഏജൻസിയെ ഞാൻ സെലക്ട് ചെയ്തു. ആ ഏജൻസിയുമായിട്ട് ഞാൻ മുന്നോട്ട് പോയി. എൻ്റെ പ്രോസസ്സിങ്ങളൊക്കെ സ്റ്റാർട്ടായി. എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി. ഇൻ്റർവ്യൂവിൻ്റെ ടൈമിലാണെങ്കിലും ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ചായിരുന്നു ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു. ഫോണിൽ ഉടമ്പടി തൈലം ഉപയോഗിച്ചിരുന്നു. ഇൻ്റർവ്യൂ എനിക്ക് കിട്ടി. പക്ഷേ കോൺട്രാക്റ്റ് വരുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് എനിക്ക് കോൺട്രാക്റ്റ് കിട്ടണമെന്ന്. അത് നവംബറിലായിരുന്നു ബർത്ത്ഡേ. നവംബർ കഴിഞ്ഞു, ഡിസംബർ കഴിഞ്ഞു, കോൺട്രാക്റ്റ് വന്നില്ല. ജനുവരിയിൽ എനിക്ക് കോൺട്രാക്റ്റ് വന്നു. കോൺട്രാക്റ്റ് കിട്ടി. ഞാൻ കോൺട്രാക്റ്റ് തുറന്ന് നോക്കിയപ്പോൾ ആ കോൺട്രാക്റ്റ് ഇഷ്യൂ ചെയ്തേക്കുന്നത് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് നവംബർ 27 എനിക്ക് കോൺട്രാക്റ്റ് ഇഷ്യൂ ചെയ്തത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് വിസയ്ക്ക് ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു. വിസയ്ക്ക് ഡേറ്റ് കിട്ടാണ്ടായപ്പം ഞാനും ഹസ്ബൻഡും കൂടി ഞങ്ങളുടെ VFS കൊച്ചിയിലെ ഓഫീസ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ്. ഞങ്ങൾ അവിടെ പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഓഫീസിൻ്റെ ഫ്രണ്ടിൽ പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി എനിക്ക് എത്രയും പെട്ടെന്ന് ഡേറ്റ് കിട്ടണമെന്ന്. അങ്ങനെ എനിക്ക് VFSൽ ഡേറ്റ് കിട്ടി. അതും ഡേറ്റ് കിട്ടിയത് മാതാവിൻ്റെ മംഗളവാർത്ത തിരുനാളിൻ്റെ അന്നായിരുന്നു. പക്ഷേ അപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ വിസക്ക് വെച്ചാൽ എനിക്ക് റിജക്ഷൻ വരും. കാരണം എൻ്റെ ജർമ്മൻ ലാംഗ്വേജിൻ്റെ 2 മൊഡ്യൂൾ ഓൾറെഡി എക്സ്പയർ ആയി. 1.5 years കഴിഞ്ഞു. അതുകൊണ്ട് വെച്ചാൽ റിജക്ഷൻ ആകും. അപ്പോൾ രണ്ടാമത് ഒന്നുകൂടി എക്സാം എഴുതണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രണ്ടാമത് ഈ മാർച്ചിൽ ഒന്നുകൂടി എക്സാം എഴുതിയായിരുന്നു. അപ്പോൾ എക്സാം എഴുതുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു ഞാൻ ഒന്നും പഠിക്കാണ്ടാണ് എഴുതുന്നത്, എനിക്ക് തോറ്റാലും കുഴപ്പമില്ല, കാരണം എനിക്ക് തോക്കുകയാണ് വേണ്ടത്. എന്നാലേ എനിക്ക് പഴയ സർട്ടിഫിക്കറ്റ് വെച്ച് അമ്മ എനിക്ക് വിസ അടിച്ചു തരണം, എന്നാലേ ഞാൻ ശരിക്കും ഒരു സാക്ഷിയാകത്തുള്ളൂ, എല്ലാവർക്കും അതൊരു വിശ്വാസം വരത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അമ്മയോട് അങ്ങനെയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്.
അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞു, ഞാൻ വിസക്ക് വെച്ചു. 1 മാസം കഴിഞ്ഞു, റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ അത് രണ്ടും ഫെയിലായി. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എന്താണേലും മാതാവ് എനിക്ക് വിസ തന്നോളും. മാതാവിനോട് ഞാൻ അങ്ങനെയാണല്ലോ പ്രാർത്ഥിച്ചത്. എൻ്റെ ഒപ്പം വിസക്ക് വെച്ച ഒരു കൊച്ചിന് ആ കുട്ടിക്ക് വന്നു വിസ, പക്ഷേ എനിക്ക് വന്നില്ല. അപ്പോൾ എനിക്ക് തിരിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പച്ച തിരിയിൽ 28 എന്നൊരു തീയതി എഴുതി കാണിച്ചു. അപ്പം ഞാൻ ഓർത്ത് 28-ാം തീയതി ഏപ്രിൽ 28-ന് എനിക്ക് വിസ വരും, പക്ഷേ വന്നില്ല. അത് കഴിഞ്ഞ് മെയ് 19-ാം തീയതി ഉടമ്പടി ധ്യാനം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേയായിട്ട് അന്ന് ഞാൻ പ്രാർത്ഥിച്ചത്, രാവിലെ പ്രഭാത പ്രാർത്ഥനയുടെ സമയത്ത് പ്രാർത്ഥിച്ചത്, എനിക്ക് ഇന്ന് എന്തെങ്കിലും ധ്യാനം കഴിയുമ്പോഴത്തേക്ക് മാതാവ് എന്തെങ്കിലും ഒരു മറുപടി ഇതിനെപ്പറ്റി തരണം എന്നായിരുന്നു. അതുപോലെ തന്നെ ധ്യാനത്തിന് മുന്നേ ആയിട്ട് ധ്യാനം തുടങ്ങാൻ നേരത്ത് ഞാൻ യൂട്യൂബിൽ ലിങ്ക് ഓപ്പൺ ചെയ്തു. ധ്യാനത്തിൻ്റെ ഓപ്പൺ ചെയ്ത ആ സെയിം ടൈമിൽ എനിക്ക് മെയിൽ വന്നു, പാസ്പോർട്ട് ഡിസ്പാച്ച്ഡ് എന്നും പറഞ്ഞ്. 2 ദിവസം കഴിഞ്ഞു, വ്യാഴാഴ്ച എനിക്ക് വിസ എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ പാസ്പോർട്ട് തുറന്ന് നോക്കിയപ്പോൾ 7ാമത്തെ പേജിലാണ് എനിക്ക് വിസ അടിച്ച് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ആ ടൈമിൽ എനിക്ക് 5 എന്ന് പറഞ്ഞ ഒരു ഇതും തിരിയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം എനിക്ക് പച്ച തിരിയിലാണ് കാണിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ 5 എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നു. ആ സമയത്താണ് ഞാൻ എൻ്റെ 5ാമത്തെ ഉടമ്പടി തീരുന്ന ദിവസമായിരുന്നു മെയ് 21. അന്നാണ് എനിക്ക് വിസ എൻ്റെ കയ്യിൽ കിട്ടിയ ദിവസം. അന്ന് എൻ്റെ ഉടമ്പടി തീരുന്നതായിരുന്നു 5ാമത്തെ. അത് കഴിഞ്ഞ് പിന്നെ തിരിയിൽ 6 കാണിച്ചു. അപ്പം ഞാൻ ഓർത്തു ഞാൻ 6-ാം തീയതി പോകും, 6-ാം തീയതിയാണ് എൻ്റെ ടിക്കറ്റ് വരുന്നതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ 6 മാതാവ് കാണിച്ചു തന്നിരുന്നത് എനിക്ക് സാക്ഷ്യം പറയാനൊരു അവസരം തരുന്നതായിരുന്നു. ഇന്ന് 6-ാം തീയതിയാണ്. ഇന്ന് എനിക്കപ്പോൾ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാൻ പറ്റി. മിനിഞ്ഞാന്നാണ് എനിക്ക് ടിക്കറ്റ് വന്നത്. ഞാൻ ജൂൺ 11-ാം തീയതി വ്യാഴാഴ്ച മോർണിംഗ് 4:30 ജർമ്മനിക്ക് പോകുവാണ്. എൻ്റെ മോള് അവൾ ആദ്യം സംസാരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ആളൊരു സ്പീച്ച് ഡിലേ പോലെ വന്നു. അപ്പം മിക്കവരും പറഞ്ഞു സ്പീച്ച് തെറാപ്പിക്ക് വിടണം അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ഞാനിവിടെ ഉടമ്പടിയിൽ നിയോഗം വെച്ചു എന്നും അവളുടെ നാവിൽ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ അവൾ ഒരുപാട് സംസാരിക്കും, കുറേ പാട്ടുകൾ പാടും. കൂടുതലും പാടുന്നത് ഭക്തിഗാനങ്ങളാണ്. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാ മാസവും ഞാൻ വന്ന് പത്രം വാങ്ങിക്കും. ആദ്യമൊക്കെ ഞാൻ പള്ളികളിൽ മാത്രമായിരുന്നു കൊടുത്തിരുന്നത്. അത് കഴിഞ്ഞ് പിന്നീടാണ് എൻ്റെ ഉടമ്പടിയിലെ പോരായ്മകൾ മനസ്സിലാക്കി ഓരോ നമ്മുടെ സാക്ഷ്യങ്ങൾ കേട്ട് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയാണ് ഞാൻ പിന്നീട് കോളേജുകളും കോളേജിൻ്റെയൊക്കെ ഫ്രണ്ടിൽ പോയി കോളേജ് വിടുന്ന ടൈം ആകുമ്പം അവിടെ കോളേജിൽ നിന്ന് വരുന്ന പിള്ളേർക്ക് എല്ലാം എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞ് ഞാൻ കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ ജർമ്മൻ പത്രം മേടിക്കാൻ തുടങ്ങി. അത് മേടിച്ച് എക്സാം സെൻറ്ററിൽ പോയി, കൊച്ചിയിലെ എക്സാം സെൻറ്ററിൽ ചെന്ന് അവിടെ നിന്ന് എക്സാം കഴിഞ്ഞ് പിള്ളേർ വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്ത് ഓരോരുത്തർക്കും എൻ്റെ സാക്ഷ്യങ്ങളും എനിക്ക് അപ്പോയിൻമെൻറ്റിന് ഡേറ്റ് കിട്ടിയതും ഞാൻ എക്സാം ജയിച്ചതും എനിക്ക് കിട്ടിയ രോഗസൗഖ്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ അതിൽ കുറേ പേർക്ക് കൃപാസനത്തെ പറ്റി അറിയത്തില്ലായിരുന്നു, ദൂരെയുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ ഓൺലൈൻ എങ്ങനെ എടുക്കണമെന്നൊക്കെ ചോദിച്ചു. അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു, പുറകിൽ ലിങ്കൊക്കെ കാണിച്ചു കൊടുത്തു. നിങ്ങൾക്ക് ഇങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുക്കാം, നമ്മുടെ പ്രെയർ റിക്വസ്റ്റ് അല്ലെങ്കിൽ ലൈറ്റ് ക്യാൻഡിൽ ഇടാമെന്നൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞു കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ ഡെയിലി എൻ്റെ ആത്മീയമായിട്ട് ഞാൻ ഡെയിലി പള്ളിയിൽ പോകും. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. ആദ്യം ഉടമ്പടി എടുത്ത ആദ്യ സമയത്ത് ഞാൻ ഡെയിലി പള്ളിയിൽ പോകുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു ബ്രേക്ക് വന്നു. അപ്പോഴത്തേക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും മൊത്തം സ്ലോ ആകാൻ തുടങ്ങി. പിന്നീട് ഞാൻ 2ാമത് എല്ലാം റീസ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കുമാണ് മാതാവ് എല്ലാം എനിക്ക് ഫാസ്റ്റാക്കി തന്നത്. എല്ലാ ദിവസവും ഇപ്പോൾ പള്ളിയിൽ പോകും, 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. പിന്നെ റോഡ് സൈഡിലിരിക്കുന്നവർക്ക് ഭക്ഷണങ്ങളൊക്കെ മേടിച്ച് കൊടുക്കാറുണ്ട്. പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്കൊക്കെ വസ്ത്രം കൊടുക്കാറുണ്ട്. പിന്നെ പണം ആവശ്യമായിട്ടുള്ളവർക്കുള്ള പണം കൊടുക്കാറുണ്ട്. പിന്നെ അനാഥാലയങ്ങളിൽ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്കൊക്കെ ഞങ്ങൾ ഭക്ഷണം കൊടുക്കാറുണ്ട്. ഇത്രയുമാണ് എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 18:2. അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും, എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും, എൻ്റെ പരിചയും രക്ഷാശൃംഗവും അഭയകേന്ദ്രവും. പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് എലിസബത്ത് ജീന കൊച്ചി തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ജീവിതത്തിൽ കൊണ്ടു നടന്ന
രോഗത്തിൻ്റെതായ ആർത്രൈറ്റിസിൻ്റെയും കിഡ്നി സ്റ്റോണിൻ്റെയൊക്കെ രോഗസൗഖ്യം പരിശുദ്ധ അമ്മയിലൂടെ ഈ മകൾക്ക് പൂർണ്ണമായിട്ട് മാറിക്കിട്ടുകയൊക്കെ ചെയ്തു. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണ കീഴിലായിരുന്നു ഈ മകളുടെ ജീവിതങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ജർമ്മനിയിലേക്ക് പോകുവാനുള്ള തീരുമാനങ്ങളാണെങ്കിലും അതോടൊപ്പം തന്നെ അത് കടന്നു പോകേണ്ട കടമ്പകളും അതെല്ലാം കടന്നു പോയത് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണ കീഴിലായിരുന്നു. നിരവധിയായ അനുഗ്രഹങ്ങളിലൂടെയാണ് ഈ മകള് കടന്നു പോയതും അത് നമുക്ക് മുമ്പിൽ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ മകള് പങ്കുവെക്കുകയും ചെയ്തത്. എല്ലാവർക്കും പ്രാർത്ഥനയോട് കൂടി ഈ നമ്മളെ ഓരോരുത്തരെയും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഉയർത്തണമേ എന്നും ഒപ്പം ഇന്നിവിടെ സാക്ഷിയായിട്ട് പങ്കുവെച്ച ഈ മകളെയും ദൈവാനുഗ്രഹങ്ങൾ കൊണ്ട് ഇനിയും സമൃദ്ധം അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.